30 വയസ്സിന് മുകളിൽ കൂടുതലായിട്ടും ഇപ്പോൾ എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹെൽത്ത് ആങ്സൈറ്റിയാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ മുതൽ തുടങ്ങുകയായി നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ പേടിക്കുന്ന എന്തെങ്കിലും രോഗത്തിൻ്റെ സിംറ്റംസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു വട്ടം സെർച്ച് ചെയ്ത് നോക്കിയിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കാണാം. ഇങ്ങനെ കാണാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഹെൽത്ത് ആങ്സൈറ്റിയുടെ അളവ് കൂടുകയാണ്. നമ്മൾ എല്ലാ നിമിഷവും പേടിക്കുകയാണ്, ഈ സിംറ്റംസ് നമുക്കുള്ളതാണോ എന്നുള്ളത് അമിതമായിട്ടുള്ള ഭയം കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകൾക്ക് നല്ല രീതിയിൽ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ കൂടുതലായിട്ടും സ്ത്രീകളിൽ ഇത് കാണുന്നുണ്ട്. ഇപ്പം എൻ്റെ മുന്നിലേക്ക് വരുന്ന ക്ലയൻസ് കൂടുതലായിട്ടും വരുന്നത് ഹെൽത്ത് ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാവാറുണ്ട്. കാരണം എല്ലാവർക്കും കുറേ കാലം ജീവിക്കണം, അതാണ് ആഗ്രഹം അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഓരോ സിംറ്റംസ് കാണുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ വലിയ വലിയ രോഗങ്ങളുടെ ആ ഒരു സിംറ്റംസ് ആവും കാണുന്നുണ്ടാവുക. ഇത് കാണുമ്പോൾ നമ്മൾ പാനിക് ആവാൻ തുടങ്ങുന്നു, നമുക്ക് സ്ട്രെസ് വരാൻ തുടങ്ങുന്നു, നമ്മൾ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നു. പിന്നെയാണ് നമ്മളത് ഡോക്ടറിനെ ചെന്ന് കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ ചിന്തിച്ചതോ അല്ലെങ്കിൽ ആ പ്രശ്നത്തെക്കുറിച്ച് ഇത്രയും അധികം ആലോചിച്ചതോ ആയിട്ട് ഒന്നും ഉണ്ടാവില്ല, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷേ നമ്മളിപ്പോഴും കൂടുതലായിട്ട് ഈ രോഗത്തിനെ പറ്റിയിട്ട് മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങും. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെൽത്ത് ആങ്സൈറ്റി എങ്ങനെ പരിഹരിക്കാം. നമുക്കിതിനൊരു ഹീലിംഗ് വേണം അല്ലേ. അല്ലാതെ എപ്പോഴും ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമുക്കുള്ള കാലം നന്നായി ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക, ആരോഗ്യത്തോടെ ജീവിക്കുക, അതിന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ പറയുന്ന ഹീലിംഗ് മെഡിറ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളിത് 21 ദിവസം ഏറ്റവും കുറഞ്ഞത് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചേഞ്ചസ് എന്തായാലും വരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇതേപോലെ രോഗഭയം ഉണ്ട് എന്ന് തോന്നിയിട്ടുള്ള നിങ്ങൾക്ക് സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ നിന്നൊരു മോചനം നമുക്ക് ആവശ്യമാണ്, ഈ ഹെൽത്ത് ആങ്സൈറ്റിയിൽ നിന്ന് ഒരു മോചനം അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഈ നിമിഷം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും വിശ്രമിക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഭയം, ചിന്തകൾ, നെഗറ്റീവ് തോട്ട്സ് എല്ലാം നിങ്ങളിൽ നിന്നും പരിപൂർണമായും വിട്ടുപോകാനുള്ള സമയമാണ്. അതിനായി നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും അനുവദിക്കൂ. ഒരു ആഴത്തിലുള്ള ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഇപ്പോൾ നിങ്ങളുടെ ശരീരം റിലാക്സ് ചെയ്യാൻ തുടങ്ങുന്നു. സാവകാശം നിങ്ങളുടെ തലയുടെ മുകളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. നിങ്ങളുടെ തലയിലുള്ള എല്ലാ തരത്തിലുള്ള സ്ട്രെസ്സും അലിഞ്ഞു പോകുന്നു. നിങ്ങളുടെ മുഖം റിലാക്സ് ചെയ്യുന്നു. നിങ്ങളുടെ കണ്ണുകൾ ശാന്തമാകുന്നു. നിങ്ങളുടെ താടിയുടെ ഭാഗം റിലാക്സ് ചെയ്യുന്നു. കഴുത്തിലെ ടെൻഷൻ ഇല്ലാതാകട്ടെ. നിങ്ങളുടെ തോളുകളിൽ അനുഭവിക്കുന്ന ആ ഭാരം ഇറക്കി വയ്ക്കുന്നു. നിങ്ങളുടെ കൈകൾ റിലാക്സ് ചെയ്യുന്നു. ഹൃദയം ശാന്തമായി മിടിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ശ്വാസം ഇപ്പോൾ നോർമലാണ്. നിങ്ങളുടെ വയറ് റിലാക്സ് ചെയ്യുന്നു. നിങ്ങളുടെ കാലുകൾ മുഴുവനായി ശാന്തമാകുന്നു. നിങ്ങളുടെ ശരീരം സുരക്ഷിതമായിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ഒരു ഗോൾഡൻ വാം ലൈറ്റ് നിങ്ങളുടെ തലയുടെ മുകളിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്നത് വിഷ്വലൈസ് ചെയ്യാം. ആ വെളിച്ചം നിങ്ങളുടെ മനസ്സിനെ ഹീൽ ചെയ്യുന്നു. നിങ്ങളുടെ ഹൃദയം ശാന്തമാകുന്നു. ആ ലൈറ്റ് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തേക്കും പോകുന്നതായി ഫീൽ ചെയ്യാം, ഇമാജിൻ ചെയ്യാം. നിങ്ങളിലുള്ള അമിതമായ രോഗഭയം ഈ നിമിഷം അലിഞ്ഞില്ലാതാകുന്നു.
നിങ്ങളുടെ ഉള്ളിലേക്ക് ശാന്തത വന്ന് നിറയുന്നു. നിങ്ങളുടെ ശരീരം ഇപ്പോൾ നന്ദിയോടെ ഹീൽ ചെയ്യാൻ തുടങ്ങുന്നു. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പറയാം, നിങ്ങളുടെ മനസ്സും ശരീരവും ശാന്തമാണ്, സ്വസ്ഥമാണ്. എൻ്റെ ശരീരം ശക്തമാണ്. എൻ്റെ ശരീരം സ്വയം ഹീൽ ചെയ്യാൻ തുടങ്ങുന്നു. ഞാനിപ്പോൾ സുരക്ഷിതനാണ്. എന്നിലുണ്ടായിരുന്ന ഭയം എൻ്റെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും പൂർണ്ണമായും പുറത്തു പോയിരിക്കുന്നു. ഓരോ ശ്വാസത്തോടും കൂടി നിങ്ങളിലേക്ക് ശാന്തത വന്ന് നിറയുന്നു. ഞാൻ ആരോഗ്യവാനാണ്, അല്ലെങ്കിൽ ഞാൻ ആരോഗ്യവതിയാണ്. എൻ്റെ മനസ്സ് ശാന്തമാണ്, സ്വസ്ഥമാണ്. എന്നിലുണ്ടായിരുന്ന രോഗത്തെക്കുറിച്ചുള്ള അമിതമായ ചിന്തകൾ എന്നിൽ നിന്നും ഇല്ലാതായിരിക്കുന്നു. എൻ്റെ ശരീരം എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. ഞാൻ എൻ്റെ ശരീരത്തെ വിശ്വസിക്കുന്നു. ഹീലിംഗ് എനർജി എൻ്റെ ശരീരത്തിൽ ഉടനീളം ഒഴുകുന്നു. ഓരോ സെല്ലും ആരോഗ്യത്തോടെ നിറയുന്നു. എൻ്റെ മനസ്സ് ഇപ്പോൾ വളരെ ലൈറ്റ് ഫീൽ അനുഭവിക്കുന്നു. എന്നിൽ നിന്നും ഹെൽത്ത് ആങ്സൈറ്റി ഇല്ലാതായിരിക്കുന്നു. ഞാൻ എൻ്റെ ശരീരത്തെ വിശ്വസിക്കുന്നു. ഞാൻ സുരക്ഷിതനാണ്. ഞാൻ ആരോഗ്യത്തിലാണ് ഈ നിമിഷം ഉള്ളത്. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ശാന്തമായ മനസ്സായി മാറിയതിന് നന്ദിയോടുകൂടി നിങ്ങൾ എപ്പോഴും ഫീൽ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശരീരം ഓരോ നിമിഷവും പ്രവർത്തിക്കുന്നു. താങ്ക് യു. എൻ്റെ ശരീരം എനിക്കായി പ്രവർത്തിക്കുന്നു. എന്നെ ആരോഗ്യത്തോടെ എപ്പോഴും കൊണ്ടു നടക്കുന്നു. നിങ്ങളിൽ ഒരു ശാന്തത അനുഭവിക്കാൻ സാധിക്കട്ടെ. കുറച്ച് സമയം നിങ്ങളുടെ മനസ്സിലേക്കും നിങ്ങളുടെ ശരീരത്തിലേക്കും ആ ഹീലിംഗ് എനർജി കൊണ്ട് നിങ്ങളെ ഹീൽ ചെയ്യുന്നത് അനുഭവിച്ചറിയാം. റിലാക്സ്. ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക്, ഒരു സാധാരണ ശ്വാസം പുറത്തേക്ക്. ബ്രത്ത് ഇൻ, ബ്രത്ത് ഔട്ട്. സാവകാശം കൈകൾ തമ്മിൽ കൂട്ടി ഉരസാം. ആ ചൂട് കണ്ണിന് മുകളിലേക്ക് പകരാം. മുഖമൊക്കെ തലോടാം. ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും തലോടിക്കൊടുക്കാം. നിറഞ്ഞ സന്തോഷത്തോടെ, ചിരിച്ച മുഖത്തോടെ സാധാരണ ബോധത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. താങ്ക് യു.